ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായി ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ചിക്കൻ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ചിക്കൻ ഗീ റോസ്റ്റ് ആണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെയാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇടയ്ക്കൊക്കെ കമൻറ്റൊക്കെ ഇട്ടും അത് എനിക്ക് ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ യോഗാട്ടും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 30 മിനിറ്റ് വെക്കണം. അതൊന്ന് അരപ്പൊക്കെ ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. അരപ്പ് പുരട്ടിയ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 1.5 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 6 ഗ്രാമ്പു, 6-7 മുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കുമ്പം ഇത് കരിയാതെ വേണം ചൂടാക്കി എടുക്കേണ്ടത്. യാതൊരു കാരണവശാലും ഇത് കരിയരുത്. അപ്പം നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. ചൂടാക്കി എടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്കൊരു മിക്സിയിലിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചെടുക്കണം. മസാല നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റ്, അതിൻ്റെ പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ, ചെറുതായിട്ടൊന്ന് മൂക്കാൻ പാടുള്ളൂ, മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ നെയ്യിൽ കിടന്ന് നല്ലതുപോലെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് ചെറുതായിട്ടൊരു ഫ്രൈ ആയി വരും. അതൊരു ചെറിയ ഒരു ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്കൊരു 1.5 സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. സവോള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് ഇത് വേണം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് വീണ്ടും കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കാം. അപ്പം ഇത് നല്ലോണം ഒന്ന് ഇളക്കി സവാള ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയില്ലേ, അതിൻ്റെ ഒരു പകുതി മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാല ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ആ മസാല കരിയരുത്. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4-5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടി, കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റ് ഇളക്കാം. കറിവേപ്പിലയും പച്ചമുളകും ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അപ്പം ഇളക്കി അതൊന്ന് വാടി വരണം. ആ പച്ചമുളകൊക്കെ ഒന്ന് വാടി വരണം. അപ്പോൾ 2 മിനിറ്റ് ഇളക്കിയാൽ മതി. 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും ബാക്കി ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്നൊരു 2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഒത്തിരി സമയമൊന്നും ഇളക്കണ്ട. ഇത് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് ഉണ്ടോയെന്ന്. കാരണം നമ്മൾ ഈ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരെങ്കിൽ വീണ്ടും ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇളക്കി നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഉപ്പും പൊടിയും എല്ലാം ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്.